കടുത്ത ജൂതവിരോധി, മുസ്ലിം തീവ്രവാദി, ഷിയ ഇസ്ലാമിസ്റ്റ് ഭീകരനായ നസ്രള്ളയെ ഇസ്രായേൽ ഉന്നം വെച്ചത് വർഷങ്ങൾക്ക് മുൻപ്. ലബനനിലെ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ള പ്രസ്ഥാനത്തിന്റെ നേതാവ് ഷെയ്ഖ് ഹസൻ നസ്രള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും അറിയപ്പെടുന്നതും സ്വാധീനവുമുള്ള വ്യക്തികളിൽ ഒരാളാണ്. ഇസ്രായേൽ വധിക്കുമെന്ന ഭയം കാരണം നസ്രള്ള വർഷങ്ങളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല. ഇറാനുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ഹസൻ നസ്രള്ള ഹിസ്ബുള്ളയെ ഇന്നത്തെ രാഷ്ട്രീയ സൈനിക ശക്തിയാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നസ്രള്ളയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിൽ നിന്നുള്ള തീവ്രവാദികളെയും ഇറാഖിലെയും യമനിലെയും നിന്നുള്ള ഭീകരരെയും പരിശീലിപ്പിക്കുവാൻ നസ്രള്ള സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നതിന് ഇറാനിൽ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും ഇയാൾ വാങ്ങിയിട്ടുണ്ട്. 1960 ജനിച്ച ഹസൻ നസ്രള്ള ബെയ്റൂട്ടിന്റെ കിഴക്കൻ ബൂർജ് ഹമ്മൂമിന്റെ സമീപ പ്രദേശത്താണ് വളർന്നത്. അവിടെ നസ്രള്ളയുടെ പിതാവ് അബ്ദുൽ കരീം ഒരു ചെറിയ പച്ചക്കറികട നടത്തിയായിരുന്നു നസ്രള്ളയും 9 സഹോദരങ്ങളെയും വളർത്തിയത്. ചെറുപ്പം മുതൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്തകൾ നസ്രള്ളയിൽ കുത്തിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1975 നസ്രള്ളയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 1975 ലബനൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെന്നതിനു ശേഷം അദ്ദേഹം അമൽ പ്രസ്ഥാനത്തിൽ ചേർന്നു. 1985 യുഎസിനെയും സോവിയറ്റ് യൂണിയനെയും ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവായി തിരിച്ചറിയുകയും മുസ്ലിം ഭൂമി കൈവശപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നസ്രള്ള അനുയായികൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. കടുത്ത ഇസ്ലാമിസ്റ്റ് തീവ്രവാദിയായിരുന്ന നസ്രള്ള ഒരു തുറന്ന കത്ത് ഔദ്യോഗികമായി പ്രചരിപ്പിക്കുകയും വർഗീയ വിദ്വേഷം സാധാരണ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. നസ്രള്ളയുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായി നിരവധി യുവാക്കൾ ഹിസ്ബുള്ളയുടെ ഭാഗമാവുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. തന്റെ അനുയായികളെ ഉപയോഗപ്പെടുത്തി നസ്രള്ള അഴിച്ചുവിട്ട രക്തച്ചൊരിച്ചിലുകൾക്ക് അറുതിയില്ല. കടുത്ത ക്രൈസ്തവ വിരോധിയായ നസ്രള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിലും ക്രൈസ്തവ ആരാധനാലയങ്ങൾ നശിപ്പിക്കുന്നതിലും ഹരം കണ്ടെത്തി. നസ്രള്ള നടത്തിയ രക്തച്ചൊരിച്ചിലുകൾ നിരവധിയാണ്. തുർക്കിയിലെ ഇസ്രായേൽ എംബസിയിൽ ബോംബ് സ്ഫോടനം നടത്തുകയും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടാൻ കാരണമാവുകയും ചെയ്തതിനു പിന്നിൽ നസ്രള്ള ആയിരുന്നു. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലെ ഇസ്രായേൽ എംബസിയിൽ 29 പേരുടെ മരണത്തിനിടയാക്കിയ ചാവേർ ആക്രമണത്തിന്റെയും സൂത്രധാരൻ നസ്രള്ള തന്നെ. നസ്രള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെതിരെ സിറിയ, ഇറാൻ പോലുള്ള മുസ്ലിം രാജ്യങ്ങളുടെ പിൻബലത്തോടെ നസ്രള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. നസ്രള്ളയുടെ കൊലപാതകത്തിന് പകരം വീട്ടാൻ ഇസ്രായേലിനെതിരെ അണിനിരക്കാൻ എല്ലാ മുസ്ലിങ്ങളോടും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. നസ്രള്ളയുടെ കഥ കഴിഞ്ഞതോടെ മിഡിൽ ഈസ്റ്റ് കൂടുതൽ രൂക്ഷമായ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഒരു മുസ്ലിം രാജ്യങ്ങളുടെയും വെല്ലുവിളികൾക്ക് മുന്നിൽ ഇസ്രായേൽ തളരില്ല എന്ന് ഓരോ ആക്രമണത്തിന് ശേഷവും ഇസ്രായേൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.